റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ നിന്ന് മോചിതനായ ജെയിനിന്റെ മടങ്ങിവരവിൽ സന്തോഷം പങ്കിട്ട് കുടുംബം. ജെയിൻ വരുന്നതിന്റെ സന്തോഷത്തിനൊപ്പം ബിനിലിന്റെ മരണത്തിൽ വലിയ ദുഃഖമെന്നും മാതാപിതാക്കൾ പറഞ്ഞു. ബിനിലിന്റെ മൃതദേഹം കൂടി നാട്ടിലെത്തിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. വാർത്ത പുറത്തു കൊണ്ടുവന്ന ന്യൂസ് മലയാളത്തിനും കുടുംബം നന്ദി പറഞ്ഞു. ലെവിൻ കെ വിജയൻ ആ വീട്ടിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ന്യൂസ് മലയാളത്തെ സംബന്ധിച്ചും തൃശ്ശൂർ ബ്യൂറോയെ സംബന്ധിച്ചുകൊണ്ടും വലിയ സന്തോഷം നൽകുന്ന വാർത്തയാണ് ഇന്ന് പറയാനുള്ളത്. നമുക്കറിയാം, 1.5 വർഷത്തോളമായി റഷ്യയിലെ കൂലിപ്പട്ടാളത്തിൽ ചേരേണ്ടി വരികയും മനുഷ്യക്കടത്തിന് വിധേയരാകേണ്ടി വരികയും ചെയ്ത മലയാളി സംഘത്തിലെ അവസാനത്തെ ആൾ ജെയിൻ കുര്യൻ ഇന്ന് മോചിതനായിരിക്കുന്നു. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ നിന്നും ആശങ്കകൾക്ക് ഒടുവിലാണ് അദ്ദേഹത്തിന് മോചനം ലഭിച്ചത്. ജെയിൻ്റെ മാതാപിതാക്കൾ വടക്കാഞ്ചേരിയിലെ കുറാഞ്ചേരിയിലെ വീട്ടിലുണ്ട്. അവർ നമ്മളോടൊപ്പം ചേരുന്നു. എന്താണ് പറയാനുള്ളത്? ജെയിന് നാട്ടിലേക്ക് മടങ്ങി വരാൻ കഴിയുന്നു. നാട്ടിലേക്ക് വരുന്നു പറഞ്ഞത് വളരെ സന്തോഷത്തേക്കാൾ ദുഃഖം. അവൻ്റെ കൂടെ പോയ ആൾ തിരിച്ചു വരാത്തത് അതിന് സന്തോഷത്തേക്കാൾ ദുഃഖമുണ്ട്. അവൻ തിരിച്ചു വരാൻ വേണ്ടി, ജെയിൻ തിരിച്ചു വരാൻ വേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നമുക്കെന്താ പറയാനുള്ളത്? ഒത്തിരി സന്തോഷമുണ്ട്. പോയി അന്ന് തൊട്ട് പോയി ആ സന്ദീപ് മരിച്ചതിൻ്റെ അവിടെ നിന്ന് തൊട്ട് വിഷമിച്ചു തുടങ്ങിയതാണ്. പ്രാർത്ഥനയിൽ കഴിഞ്ഞിരുന്നതാണ്. എൻ്റെ മോൻ വരിക എന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷം. ഏറ്റവും കൂടുതൽ ഞാൻ ഈശോയോട് നന്ദി പറയുന്നു. പിന്നെ അതും പോരാ, പിന്നെ കുറേ എല്ലാ ന്യൂസുകാരും, പിന്നെ ന്യൂസ് മലയാളം എല്ലാവരും ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ഞങ്ങളുടെ വിഷമങ്ങൾ ചോദിച്ചറിഞ്ഞ് എല്ലാം സഹകരിക്കുകയും ചെയ്തു. അതിനൊക്കെ നന്ദിയുണ്ട്. പിന്നെ കുറേ അമ്മമാർ ഞങ്ങൾക്ക് വേണ്ടി, ചേച്ചിമാരും എല്ലാവരും എൻ്റെ മോൻ വരാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ നന്ദി പറയുന്നു. പിന്നെ ഒത്തിരി സന്തോഷം. ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട്. അത് അതേപോലെ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. രണ്ടാളും കൂടിയാണ് ഒപ്പം പോയി. പക്ഷെ അവന് ബോഡി എവിടെയാന്ന് പോലും അറിയില്ല. ഒരു കുഞ്ഞു മോനുമായി. ആ മോനെ ഒന്ന് കണ്ടിട്ട് പോലുമില്ല. അപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ ആ മോൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒത്തിരി ദുഃഖമുണ്ട്. പക്ഷെ എൻ്റെ മോൻ വരുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ജെയിനോട് സംസാരിച്ചോ? എന്താ പറയുന്നത്? സംസാരിച്ചായിരുന്നു. അവൻ വേറൊന്നും പറഞ്ഞില്ല. എൻ്റെ വിചാരം എന്താ വെച്ചാൽ അവനെ ഡിസ്ചാർജ് ചെയ്ത ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് തന്നെ പോകണം. 8 മണിക്കൂർ ട്രെയിനിൽ യാത്രയുണ്ട്. അപ്പോൾ ഒരാൾ ട്രെയിനിൻ്റെ അവിടെ കൊണ്ടാക്കും. പിന്നെ ഭാഷ അറിയാത്തതിനോട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ട്രെയിനിൽ പിന്നെ തന്നെ പോകണമെന്നാണ് പറഞ്ഞത്. പിന്നെ അവൻ ഓൺലൈനിൽ കയറിയിട്ടില്ല. അപ്പോൾ ആകെ വിഷമം. അതിൻ്റെ തന്നെ പോയിട്ട് എവിടെയാണ് കുടുങ്ങിക്കിടക്കണതെന്ന് അറിയില്ല. പിന്നെ വിളിച്ചാലും എടുക്കണില്ല. അപ്പോൾ എന്നും 2 ദിവസമായിട്ട് ഈ ഓൺലൈനിൽ നിർത്തിയപ്പോൾ എന്നും കണ്ണീരായിരുന്നു. എന്നിട്ട് ഇന്നലെ രാത്രി ഇന്നും ഒക്കെ ഭയങ്കര ഇതായിരുന്നു. ഇന്ന് രാവിലെ ഫോൺ അടിച്ചപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ മോനെ കണ്ടത്. മോനെ നീ എവിടെയാടാ, ക്യാമ്പിലാണോ എവിടെയാണോ എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞാൽ ഡൽഹിയിലെത്തിയെന്ന് പറഞ്ഞത്. അപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. അതുവരെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ജെയിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ വലിയ സന്തോഷത്തിലാണ്. സന്തോഷം കണ്ണീരായി കൂടി വരികയാണ്. നമുക്കൊപ്പം ഈ വാർത്ത ചെയ്തു തുടങ്ങുന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു. തൃക്കൂർ സ്വദേശിയായിട്ടുള്ള സന്ദീപ് യുദ്ധത്തിൽ മരിച്ചപ്പോൾ മുതൽ നമ്മൾ ഈ വാർത്തയ്ക്കൊപ്പമുണ്ട്. അന്ന് മുതൽ സനീഷ് കൂടി നമ്മളുടെ ഒപ്പമുണ്ട്. സനീഷ് ജെയിൻ്റെയും ബിനിലിൻ്റെയും ബന്ധുവാണ്. സനീഷ്, എന്താ പറയാനുള്ളത്? വളരെയധികം സന്തോഷം. ജെയിൻ രാവിലെ ഡൽഹിയിലെത്തിയെന്നുള്ള പിന്നെ വളരെ സന്തോഷമായി. പക്ഷെ ഒരു വിഷമം, ഒപ്പം തന്നെ ബിനിലും വരേണ്ടതായിരുന്നു, മരിച്ചു. അപ്പോൾ 2 പേര് പോലും ഒരാൾക്കേ വരാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു വിഷമം കൂടിയുണ്ട്. നമ്മൾ ഒരുപാട് കഴിഞ്ഞ ഓഗസ്റ്റ് തൊട്ടിട്ട് ഞങ്ങൾ തുടങ്ങിയതാണ്. സന്ദീപ് മരിച്ചത് അറിഞ്ഞ ശേഷം തുടങ്ങിയതാണ് ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ എത്തുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് ജനുവരിയിൽ മരണ വാർത്ത അറിഞ്ഞപ്പോൾ നമുക്ക് വളരെയധികം വിഷമമായി. പരിക്ക് പറ്റിയെന്ന് പറഞ്ഞപ്പോൾ ഇനി എന്ത് സംഭവിക്കും നമുക്കറിയില്ല. അവസാനം ക്യാമ്പിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോഴും വളരെയധികം വിഷമമായി. ഇനി ഇത്രയും ചെയ്തിട്ടൊരു കാര്യമില്ലല്ലോ, ഇനി വീണ്ടും പോകേണ്ട അവസ്ഥയായാലോ എന്ന്. അവർക്കപ്പുറത്താണ് ഡൽഹിയിലെത്തിയതുകൊണ്ട് വിളിച്ചത്. സന്തോഷമായി. ബിനിലിൻ്റെ കാര്യത്തിൽ, മൃതദേഹം എത്തിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായിട്ട് വല്ലതും അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവസാനം എംബസി ഉദ്യോഗസ്ഥർ എന്താ പറയുന്നത്? അവസാനം പറഞ്ഞത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് എല്ലാം ഒരേ കാര്യം. അവിടുന്ന് ആർമിയിൽ നിന്ന് ഒരു അറിയിപ്പ് തന്നിട്ടില്ല. ആർമിയിൽ നിന്ന് അറിയിപ്പ് തന്നാൽ നമ്മൾ അതേപോലെ അറിയിക്കാം ബാക്കി കാര്യം. ഇതുവരെ ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ല എന്നുള്ളത് റഷ്യൻ ആർമിയുടെ ഭാഗത്തുനിന്ന്. അപ്പോൾ എപ്പോഴത്തേക്ക് ബിനിൽ എത്തുമെന്നാണ് പറയുന്നത്? അവർ ഉറപ്പ് പറയുന്നില്ല. ഇനി എപ്പോൾ എത്തുമെന്നോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ഒരു ഉറപ്പ് അവർ തരുന്നില്ല. ഏതായാലും വലിയ സന്തോഷത്തിലാണ് കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ എല്ലാവരും ഉള്ളത്. ഇന്ന് ഉച്ചയോടുകൂടി ജെയിൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തും. അവിടെ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിന് ജെയിൻ മടങ്ങി വരുന്ന സന്തോഷത്തിനൊപ്പം തന്നെ ബിനിലിൻ്റെ വിയോഗം വലിയ ദുഃഖമാണ്. ബിനിലിൻ്റെ മൃതദേഹം കൂടി എത്രയും വേഗം നാട്ടിലെത്തിക്കാനും സംസ്കാര ചടങ്ങുകൾ നടത്താനും സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നാണ് കുടുംബം ഉന്നയിക്കുന്ന ആവശ്യം.
ക്യാമറമാൻ സഹീർ ഗുരുവായൂരിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.